ഞാൻ ജനിച്ചു മുതൽ ഞാൻ ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ കണ്ടു വളർന്നത്. ചോരുന്ന വീടൊക്കെയാണ്. ഞങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ ഇവിടെ നിൽക്കാൻ പറ്റൂല. കാരണം അത്രയ്ക്കൊരു അവസ്ഥയാണ് ഞങ്ങളിതിപ്പോ. വലിയ വീടൊന്നും വേണമെന്നില്ല, ചെറിയൊരു വീട് മതി, ഒരു ചോരാത്തൊരു വീട്. ഞങ്ങക്ക് മക്കൾക്ക് സ്വസ്ഥതായിട്ട് ഒന്ന് കിടക്കാൻ പറ്റിയാൽ മതി, അത്ര ആഗ്രഹമുള്ളൂ മനസ്സിൽ. കാരണം അത്രക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഉടുക്കാൻ ഡ്രസ്സോ തിന്നാൻ ഭക്ഷണോ ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. ആർക്കെങ്കിലും ഇനിയിപ്പോ ഞാൻ പറയണത് കള്ളത്തരാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടോളൂ ഞങ്ങളെ അവസ്ഥ. എന്നിട്ട് നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ മതി. കുടുംബക്കാരൊന്നും അങ്ങനെ ഇല്ല, കാരണന്മാരും ആരും ഇല്ല. എനിക്കിപ്പോൾ ഉള്ള എൻ്റെ ഉമ്മ ഇപ്പാണ്. എൻ്റെ ഉമ്മയ്ക്കും ഉപ്പാക്കും ഞങ്ങൾ 4 മക്കളാണുള്ളത്, അതും പെൺകുട്ടികളാണ്. സങ്കടം പറയാൻ വേറെ ആരുമില്ല. ഉള്ളത് കഴിച്ചിട്ട് നല്ല രീതിയിൽ ഞങ്ങൾ ജീവിച്ചു പോവാണ്. കാരണം അത്രയും കഷ്ടപ്പാടാണ് ഞങ്ങൾക്ക്. ഞങ്ങള് മലപ്പുറം ജില്ലയില് തിരൂരിലുള്ള കൂട്ടായി ആശാമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളെ വീട്. ഞങ്ങളെ മുമ്പിൽ ഇത്രയും കഷ്ടപ്പെട്ട് വരണമെങ്കിൽ അത്രയും ഞങ്ങളെ അവസ്ഥ ആയതുകൊണ്ടല്ലേ, വേറെ വയ്യന്റെ മുമ്പിൽ ഇല്ലാത്തോണ്ടാണ്. ഈ ചോർന്നൊലിക്കുന്ന വീട്ടിൽ തന്നെയാണ് ഈ ഉമ്മയും മക്കളൊക്കെ താമസിക്കുന്നത്. വല്ലാത്തൊരു പ്രയാസമാണ്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു 100 രൂപ ഉണ്ടെങ്കിൽ ഈ കുടുംബത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ആകെയുള്ള ഒരു ആഗ്രഹം വീടെന്ന സ്വപ്നം പൂവണിയുവാൻ വേണ്ടിയിട്ടാണ്. ഖദീജ എന്ന് പറയുന്ന സഹോദരിയുടെ QR കോഡൊക്കെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ കടലോര മേഖലക്കടുത്ത് താനൂരിനും തിരൂരിനും കൂട്ടായി പ്രദേശത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള പാവപ്പെട്ട ഖദീജ എന്ന് പറയുന്ന സഹോദരിയും മക്കളും ജീവിക്കുന്ന ഒരു ദുരാവസ്ഥയാണ്. ഞങ്ങളുടെ പരിമിതിക്ക് അപ്പുറമായതിന്റെ പേരിലാണ് നമ്മുടെ സംസ്ഥാനത്തൊട്ടുക്കും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന പ്രിയപ്പെട്ട ജലീൽ കണ്ണൂറും ഞങ്ങളുടെ മഹലിലെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി CP നാസർ, ഖതീബ്, സക്കീർ ഹുസൈൻ സഖാഫി, ഞങ്ങളുടെ മഹലിലെ ഭാരവാഹികളും നാട്ടുകാരും എല്ലാവരുടെയും സാന്നിധ്യം ഈ സദസ്സിലുണ്ട്. ഈ കാരുണ്യ മനസ്സുള്ള മുഴുവൻ ആളുകളും ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സംസാരിക്കുന്നത് കൂട്ടായി ആശാൻപടി സിദ്ദീഖ് മഹല്ലി ഖത്തീബ് ഷക്കീർ സഖാഫി ഉസ്താദാണ്. പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്നത് എന്തുകൊണ്ടും അള്ളാഹുവിന്റെ അടുത്ത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ഈ വീട് നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു തരണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ആ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും കാരണവന്മാരും അയൽവാസികളും ഒക്കെ ഇതിന് സാക്ഷിയാണ്. നിങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കണം. അള്ളാഹു സഹായിക്കുന്ന ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഈ മഹല്ലി സെക്രട്ടറിയാണ്. കുറെ കാലമായി ഈ സീറ്റിട്ട വീട്ടിലാണ് 4 മക്കളും ഈ ഫാമിലിയും താമസിക്കുന്നത്. ഞങ്ങൾ അടുക്കളയുണ്ട്, ഞാൻ വെച്ചുണ്ടാക്കുന്ന അടുക്കളയാണിത്. കാരണം ആകെ പൊട്ടി തമ്മണ ഈ അടുക്കളയിൽ ഞാനൊരാൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റണില്ല. പിന്നെ അടുപ്പ് കൂട്ടിയിട്ട് വെച്ചുണ്ടാക്കാനുള്ള പാകമൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിലാണ്. ഇതിൻ്റെ ഉള്ളിലൊരു ഗ്യാസ് വെച്ചിട്ട് ഞങ്ങൾ കിടക്കലും ഇവിടെ തന്നെയാണ്, ഭക്ഷണം ഉണ്ടാക്കലും ഇവിടെ തന്നെയാണ്. ഇതല്ലാത്ത വേറൊരു സൗകര്യമുള്ളൊരു ഇത് നമുക്കില്ല. ഒരു ചെറുതായിട്ട് വാതിൽ പൂട്ടിക്കിടക്കാൻ പറ്റുന്ന രൂപത്തിൽ ചോർന്നലിക്കാത്ത ഒരു വീട്ടിൽ എൻ്റെ കുട്ടികളും കൂട്ടി എനിക്ക് കിടക്കണം എന്നുള്ള ഒരൊറ്റ മോഹം എനിക്കുള്ളൂ. അത് നിങ്ങൾ എല്ലാവരും സഹായിച്ചെങ്കിലേ പറ്റുള്ളൂ. ഈ താനൂര് കൂട്ടായി ഭാഗത്ത് നമ്മുടെ റഷീദ് ഖദീജ എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനും ജലീൽക്ക ഇവിടെ വന്നിട്ടുള്ളത്. രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ വിളിച്ചിട്ട് മഴ പെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് വിളിച്ച് കരിയലാ. മരിക്കുമ്പോൾ ആരൊന്നും കൊണ്ടുപോകില്ല, 6 അടി മണ്ണ് മാത്രം. നമുക്ക് എല്ലാവർക്കും ഈ കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.